ഹല്ലേലൂയ. മോശ കൊട്ടാരത്തിൽ 40 വർഷം നിൽക്കുന്നു. മോശയ്ക്ക് പാല് കൊടുക്കാൻ മോശയുടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇനിയും പറഞ്ഞാൽ അത് മോശമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. മോശയ്ക്ക് പാല് കൊടുക്കാൻ തേടി പിടിച്ചത് മോശയുടെ അമ്മയെ തന്നെയാണ്. കാര്യം എന്നാന്നറിയാമോ? മിസ്രൈമിന്റെ പാല് അവന്റെ ഉദരത്തിൽ ചെല്ലരുതെന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ട് കാര്യങ്ങളൊക്കെ ദൈവം അങ്ങനെ ക്രമീകരിക്കുകയാണ്. എനിക്കതൊക്കെ വായിക്കുമ്പോൾ വലിയ നാടകം പോലെ തോന്നാറുണ്ട്. രാജാവിന്റെ മകള് ഒരു വലിയ നദിയിൽ കുളിക്കാൻ വേണ്ടി വരുന്നു. ആ നദിയില് ഒരു പെട്ടകത്തിൽ ഒരു കുഞ്ഞിനെ കാണുന്നു. ആ പെട്ടകം തുറന്നു നോക്കുമ്പോൾ രാജാവിന്റെ കൽപ്പന കൊല്ലാനാണെങ്കിൽ കൊല്ലാതിരിക്കാനുള്ളൊരു തേജസ് ഈ കുഞ്ഞിന്റെ മേൽ അവള് കാണുകയാണ്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ചുറ്റും പ്രശ്നം നടക്കുമ്പോഴും വാഗ്ദത്തമുള്ളവനെ അതിന്റെ നടുക്ക് സംരക്ഷിക്കാൻ, അതിന്റെ നടുക്ക് അവനെ പരിപാലിക്കാൻ, ഹല്ലേലൂയ, ആമേൻ, അവിടുന്ന് എടുത്തോണ്ട് വരുന്നു. അത്ര നേരം, ഞാനിത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്, അത്ര നേരം മറിഞ്ഞിരുന്ന അവന്റെ പെങ്ങള് ഓടി മുമ്പോട്ട് വരുന്നു. എന്നിട്ട് പറയുന്നു, ഈ കൊച്ചിന് പാല് കൊടുക്കാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് പറയുന്നു. ആമേ, സ്വന്തം കൊച്ചിന് പാല് കൊടുത്ത് സാലറി വാങ്ങിച്ച ലോകത്തിലെ ഏകയാള് മോശയുടെ അമ്മയാണ്. ഞാൻ ആ വാക്ക് ആത്മാവിലൊന്ന് പ്രവചിച്ചു പറയാ. വാഗ്ദത്തമുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താൽ അത് നിനക്ക് നന്മയായി മാറും. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളോട് ഞാൻ പറയാ, നിങ്ങളുടെ തലമുറകൾ തകർന്നു പോകത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പോട്ടെ, ഞാൻ ആ ദൂതുമായിട്ട് ആ ഭാഗത്ത് നിന്ന് നേരെ മുൻപോട്ട് പോകുകയാണ്. ആ കൊട്ടാരത്തിൽ വെച്ച് എനിക്കിത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പാസ്റ്റർ എനിക്ക് മോശയെക്കുറിച്ച് അറിയാം, ബാക്കി പറയാൻ പറഞ്ഞാൽ കൊഴിഞ്ഞു പോത്തേ ഉള്ളൂ ഞാൻ. ഹല്ലേലൂയ. ഈ കൊച്ചിന് പാല് കൊടുക്കുന്നു. പക്ഷെ ഈ വായിൽ പാല് കൊടുക്കുമ്പോൾ ചെവിയിൽ ന്യായപ്രമാണം കൊടുക്കുന്നുണ്ട് ഈ അമ്മ. കണ്ടോ? ആമേൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ, അവന്റെ വിശപ്പിനുള്ളത് അവന്റെ വായിലെത്തുമ്പോൾ അവന്റെ മനുഷ്യനുള്ളത് അവന്റെ ചെവിയിൽ ചെന്ന് വീഴുകയാണ്. എന്താ തെളിവെന്നറിയാമോ? മിസ്രൈമിലെ കല്യാണപ്രായം ആണുങ്ങൾക്ക് 20 പെൺകുട്ടികൾക്ക് 15 40-ാമത്തെ വയസ്സിൽ മോശ അവിടുന്ന് ഓടുമ്പോഴും മോശ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം വളർന്നത് മിസ്രൈമിലാണെങ്കിലും അവന്റെ ചെവി കടന്നത് നല്ല പ്രമാണമായിരുന്നു. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പ്രമാണം ആണി പോലെ അവന്റെ അകത്ത് അടിച്ചിരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവന്റെ അമ്മ ഇവന്റെ ചെവി പറഞ്ഞിട്ടുണ്ട്, നീ സാധാരണ കുഞ്ഞല്ല, നീ ഒരു വീണ്ടെടുപ്പുകാരനാണ്. 430 വർഷം കൊണ്ട് ഒരു തലമുറയെ കെട്ടിയിട്ടെടുത്തുനിന്ന് ആ കെട്ട് പറിക്കാനുള്ളൊരു നിയോഗം നിന്റെ മേൽ കിടക്കുകയാ. ഞാൻ ആ ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറി വരികയാ. നിങ്ങൾക്കൊരു തലമുറ ഉണ്ടെന്ന്, നിങ്ങൾക്കൊരു തലമുറ നിങ്ങളുടെ ഉദരത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞ ഒരു ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഒരുപക്ഷെ ആ സ്ത്രീയും അവളുടെ ഭർത്താവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നല്ലൊരു വാർത്തയാണത്. ഒരു സ്ത്രീ വന്ന് പറയുന്നു, ഞാൻ കൺസീവ് ചെയ്തു. ഭർത്താവ് സന്തോഷിക്കുന്നു. പക്ഷേ ഗർഭം ധരിച്ചതിന്റെ പേരിൽ ഏറ്റവും പേടിച്ച, ഏറ്റവും അസ്വസ്ഥമായ ഒരു കുടുംബമുണ്ടെങ്കിൽ അത് മോശയുടെ മാതാപിതാക്കളുടെ കുടുംബമാണ്. ഏറ്റവും അഴുക്ക് സമയത്തുള്ള ഗർഭധാരണം. ഒരൊറ്റ ഇസ്രായേലിയ പെണ്ണുങ്ങൾ പോലും ഗർഭം ധരിക്കരുത് എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഗർഭിണിയായ ഒരു അമ്മ, ഞാൻ നിങ്ങളോട് പറയുന്നു, സീസൺ അഴുക്കാണെങ്കിലും വാഗ്ദത്തം പുറത്തു വരും. സീസൺ come on somebody, വായി തുറന്ന് ശക്തിയോടെ കർത്താവിന് ആമേൻ പറഞ്ഞാട്ടെ. എനിക്കറിയില്ല, ഫോട്ടോ വെച്ച് ചർച്ചിനെ നോക്കി പ്രവചിക്കാൻ ദൈവാത്മ പറയുന്നു, ഏറ്റവും അഴുക്ക് സീസണിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്തു വരാൻ പോകുകയാ. ആരോ പറയുന്നു എന്റെ സീസൺ അഴുക്കാണെന്ന്. പേടിക്കണ്ട,
പേടിക്കണ്ട. യു ഡോണ്ട് വറി. ഏറ്റവും അഴുക്ക് സീസണിൽ ഏറ്റവും നല്ലത് പുറത്തു വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് രാമേൻ പറഞ്ഞാട്ടെ കർത്താവിന്. പോട്ടെ, ദൂതുമായിട്ട് മുൻപോട്ട് പോകാം. അങ്ങനെ ഇരിക്കെ മോശയുടെ അകത്തോട്ടൊരു ദൂത് കയറി, ഞാൻ വീണ്ടെടുപ്പുകാരനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അന്ന് മുതൽ മോശയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് ഈ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. മോശയുടെ അറിവിൽ അന്ന് വരെ നേതാക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ കൊല്ലിലും കൊലവിളിയിലൂടെയാണ് നേതാക്കന്മാരുണ്ടായിരിക്കുന്നത്. ഇച്ചൂടെ കയറ്റി പറയട്ടെ, അവിടെ ഉണ്ടായ എല്ലാ നേതാക്കന്മാരും വാളുകൊണ്ട് ഗളമറുത്ത് ചോര കണ്ട് ഇടിച്ച് കൊന്ന് തകർത്ത് നേതാവായതാ. അതിന്റെ തെളിവാണ് മോശ മിസ്രയീമിനെ ഇടിച്ച ഇടി. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഇത് മോശയ്ക്ക് പറ്റാമെങ്കിൽ നിങ്ങൾക്കും പറ്റാം. മോശയിലെ നായകൻ ആരോഗ്യം കൊണ്ട് എഴുന്നേൽക്കാനുള്ളതല്ല. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? മോശയിലെ നായകൻ കഴിവ് കൊണ്ട് എഴുന്നേൽക്കാനുള്ളതല്ല. അന്ന് വരെ ലോകത്തിന് മനസ്സിലാകാത്തൊരു സാധനം, ഒരു നായകൻ അഭിഷേകം കൊണ്ട് എഴുന്നേൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഫോർട്ട് കൊച്ചിയെയും ഈ എറണാകുളത്തെയും ഈ കേരളത്തേക്ക് വിറപ്പിച്ച ഗുണ്ടാ നേതാക്കന്മാർ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് എത്രയോ പേര് വീട്ടിലിരിക്കുന്നുണ്ട്. ഇപ്പോ മനസ്സിലായില്ല. മിനിഞ്ഞാന്ന് പ്രസവിച്ച പിള്ളേർ അവിടെ ചെന്ന് അവരെ കാലവാരി ഭിത്തിക്കിട്ടലൊക്കെ ഇപ്പം ഒരു സീസൺ വിറപ്പിച്ചവരാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ആരോഗ്യം കൊണ്ടുള്ള ഗുണ്ടായിസത്തിന് സീസൺ ഉണ്ട്, അഭിഷേകം കൊണ്ട് നടക്കുന്ന കാര്യത്തിന് സീസൺ ഇല്ല. എന്താ തെളിവ്? മരിക്കുന്നതിന് തൊട്ടു മുമ്പും ശുശ്രൂഷിച്ചാണ് എലീശ മരിച്ചത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഏലീശയ്ക്ക് മരണകരമായ രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവ് ഒരു രോഗിയായ പ്രവാചകന്റെ മുമ്പിൽ വന്ന് നിന്ന് കരയുമ്പോൾ അദ്ദേഹത്തോട് പറയുക, എടുക്കടാ, അമ്പെടുത്ത് അടിക്കടാ തറയിലേക്ക്. ഓരോ അടിയും ഓരോ വിജയങ്ങളാ. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയാവോ ദൈവമക്കൾക്ക്? ഓക്കെ. ഇങ്ങനെ മോശയുടെ ചരിത്രം ഇങ്ങനെ മാന്തി നിന്നാൽ അതിങ്ങനെ ചതൽപ്പുറ്റിളകുന്ന പോലെ ഇളകി ഇളകി വരും. എനിക്ക് ദൂരമായിട്ട് മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ. കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ വണ്ട് മൂളുന്നത് പോലെ മൂളുന്നുണ്ട് ഈ ദൂതുകളെല്ലാം. ഞാനത് എനിക്ക് പറ്റുന്ന ഇപ്പം ഞാൻ ഈ മോശയുടെ കാര്യം പറയുമ്പോൾ മൂന്നാമത്തെ കൊച്ചിൻ്റെ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്ന ഒരു യുവത്തിനുണ്ടെങ്കിൽ അവർ കുഴയും, ഉറപ്പായിട്ടും കുഴയും. കാര്യം ഞാൻ പോകുന്നത് വേറൊരു റൂട്ടിലായതുകൊണ്ടാണ്. അവർക്കുള്ള ദൂത് ചിലപ്പോൾ നാളെ കിട്ടും, അല്ല 21. കാര്യം ദൈവം നീതിമാന. കാര്യം കൊച്ചുങ്ങളുടെ കാര്യമൊന്നും ചെറുതല്ല. പിന്നെ കല്യാണക്കാരൊക്കെ അതൊന്നും ഞാൻ എന്നൊന്നും വില കുറച്ച് കാണുന്നില്ല. എൻ്റെ ദൂത് അങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് വിടാം, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ തിരിക്കാം. പക്ഷെ തന്നെ തിരിച്ചാൽ ആ ദൂതിന്റെ ക്ലാരിറ്റി പോകാതിൻ്റെ ഒരു കുഴപ്പം. ദൈവദാസന്മാർക്ക് അത് അറിയാം. പോട്ടെ, ഈ മോശ ഈ കൊട്ടാരത്തിൽ നിന്നേച്ച് കൊടുത്തു മിസ്രൈമിനിട്ട്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വരെ ആലോചിച്ചിട്ട് മോശ കൊടുത്ത ഇടിയുടെ തൂക്കം എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. മോശ ഇടിച്ചത് ആലപ്പുഴ വെച്ചല്ല, കുമരകത്തെ കണ്ടെത്തി വെച്ചുമല്ല ഇടിച്ചത്. മോശ ഇടിച്ചത് ഈജിപ്തിൽ വെച്ചാ. 96% മരുഭൂമിയും 4% ജനവാസ സ്ഥലമുള്ള സ്ഥലമാണ് ഈജിപ്ത്. ഈജിപ്തിൽ ചതുപ്പുകളില്ല, ഈജിപ്തിൽ കട്ടി കുറഞ്ഞ മണ്ണില്ല. നമ്മുടെ ചെങ്കല്ലിനേക്കാൾ കട്ടിയുള്ള ഒരു മണ്ണുള്ള സ്ഥലമാണ് ഈജിപ്ത്. അവിടെ വെച്ച് നമ്മുടെ നാട്ടുഭാഷ ഉപയോഗിക്കും, ക്ഷമിച്ചേക്കണേ, ഒരുത്തന്റെ മൂക്കാമ്പട്ടക്കിട്ട് ഒറ്റ ഇടി കൊടുത്തപ്പോൾ അവൻ പകുതി മണ്ണിനടി താന്നു. 3 തൂമ്പ മണ്ണും കൂടി ഇട്ടപ്പോൾ ശവടക്ക് കഴിഞ്ഞെങ്കിൽ ആ ഇടിയുടെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ വലിയ ആരോഗ്യമുള്ളവരൊക്കെ ഇടിച്ച് വേറൊരാളെ മറിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ ഇടിയുടെ കനം കൊണ്ട് ഒരാൾ പകുതി മണ്ണിനടി താന്നു പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഇടിയുടെ പവർ എന്നാണെന്ന്? ഹല്ലേലൂയ. ഒറ്റ
ഇടി. മോശ ഇടി കഴിഞ്ഞ് മിടുക്കനാണെന്ന് ഓർത്ത് കോളർ വലിച്ചിട്ട് ഇട്ടപ്പോഴാ മനസ്സിലായത് ഈ ഇടിയുടെ പുറകിൽ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. ഭിത്തിയിലൊരു പോസ്റ്റർ, ലുക്കൗട്ട് നോട്ടീസ്, വാണ്ടഡ് എന്ന് പറഞ്ഞ് മോശയുടെ പടം വെച്ച് ഒരു ഫോട്ടോ കണ്ടപ്പോ രാജതന്നെ താഴെയിട്ട് പ്രാണനും വാരി കൈപ്പിടിച്ചോണ്ട് ഒറ്റ ഓട്ടമാണ്. ഞാൻ ദൈവമക്കളോട് പറയാം, നിയോഗമുള്ളവനെ കാത്തിരിക്കുന്ന ഹോരേബിലെത്തി അവനെ വിളിക്കുമ്പോൾ അവൻ ഇറങ്ങാൻ കഴിയാത്ത കൊട്ടാരങ്ങൾ അവൻ കുടുങ്ങിയാൽ അവിടെ ഇറക്കാനുള്ള മാർഗം ദൈവത്തിന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കത് എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്ലീസ്. ഇവിടെ ഒരു ട്രാഫിക് വയലൻസ് ഉണ്ടാക്കിയതിന്റെ പേരിൽ ഏത് സാധാരണക്കാരനെ പോലീസ് പിടിക്കും. പക്ഷെ ഒരു ലെവലിന്റെ മേളിലോട്ടുള്ളവൻ എവിടെ കൊണ്ട് വണ്ടി ഇട്ടാലും അവിടെ കിടക്കും. ഇന്ന് പിന്നെ ഈ മീഡിയ ഇത്രയും പവർ ആയതുകൊണ്ടാ. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു അധികാരിയുടെ മകൻ എന്നാ നിയമമുള്ളത്? നിയമമല്ല. നാട്ടുപുറത്ത് ഈ എളിയവന്റെ മേളിലാണല്ലോ നിയമങ്ങളെല്ലാം കിടക്കുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അപ്പ സ്വന്തമായിട്ട് കയ്യിലില്ലേ ഒരു ആമയും വായ്പയെങ്കിലും മേടിച്ചു പറ. ഹല്ലേലൂയ. ഇവിടെ മോശം, ഞാൻ വിശ്വസിക്കുന്നു ഒരുമാതിരിപ്പെട്ട ഏത് കേസ് ഇവൻ താക്കും. കാര്യം ഇവൻ അതോറിറ്റി ഉള്ളയാളാണ്. ഒരു രാജകൊട്ടാരത്തിലെ അടുത്ത ക്രൗൺ പ്രിൻസ് ആണ് ഇവൻ. അടുത്ത അധികാരം ഇയാളുടെ കയ്യിലായിരിക്കുന്നത്. വെട്ടിത്തിളക്കുന്ന രത്നക്കട്ടികൾ കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. തമ്പുരാൻ ചെയ്തെന്നറിയാമോ? ഈ ഹോരേബിലെ തീ ഇവനെ വിളിക്കാൻ തുടങ്ങിയപ്പോ ഇവനെ ഇറക്കാനുള്ള പദ്ധതി ദൈവമാണ്. ഞാൻ ചിലരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിന്നെ കുറ്റവാളിയാക്കാനല്ല, ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്നെ കയറ്റാൻ. ആരോടൊക്കെയോ ദൈവം പ്രവചിച്ചു പറയുകയാ, ഇന്ന് നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഒരു ദൈവനിയോഗത്തിന്റെ വാതിലാക്കി. നല്ലപോലെ വൃത്തിയായി കൈയടിച്ച് ആരാധിക്ക്. ഇന്നത്തെ പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ നാളത്തെ ഒരു മോശ അവിടെ നിന്ന് ഓടുക. ഞാൻ പെട്ടെന്ന് വരിക. എനിക്ക് ആ ഉള്ള ദൂത് ഇങ്ങനെ തൊട്ട് വരാൻ വേണ്ടിയിട്ടാ. മോശ അവിടെ നിന്ന് ഓടുന്നു. ഓടി ചെന്നിട്ട് ഇത്രോവിന്റെ മകളെ കല്യാണം കഴിക്കുന്നു. എനിക്ക് ഇത്രോവിനോടുള്ള പരാതി, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കൊലപാതകന് കൊച്ചുങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ഇവിടെ കൊലപാതകനും ഇല്ല, കല്യാണവും ഇല്ല, മക്കളും ഇല്ല. എത്ര PhD, എത്ര ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും അവൻ കൊലപാതകനാണെങ്കിൽ അവന് സ്വന്തം കൊച്ചിനെ ആര് കെട്ടിച്ചു കൊടുക്കും? എന്റെ ഓർമ്മയിൽ ആരുമില്ല. എനിക്കൊരു മോളുണ്ട്, ഞാൻ ഒരിക്കലും കെട്ടിച്ചു കൊടുക്കുകയില്ല. നിങ്ങൾ മിണ്ടുന്നില്ലേ? വേണ്ട, കൊടുക്കുകയില്ല. എന്നിട്ട് ഇത്രോവരോട് ഞാൻ ചോദിച്ചു, അങ്കിൾ എന്താ ഈ കാട്ടിയത്? സ്വന്തം മകൾക്ക് കൊലപാതകനെ കെട്ടിച്ചു കൊടുത്തോ? ഇത്രോ ആരും അറിയാതൊരു സത്യം പറഞ്ഞു. മകളുടെ ഭർത്താവിനേക്കാൾ എനിക്ക് വിഷയം ആടിന്റെ രോമം സൂക്ഷിക്കുന്ന ഗുണ്ടേനെയാണ്. ചതിയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് വേറൊരു ചിന്തയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എൻ്റർ ചെയ്തത് കുടുംബജീവിതത്തിലേക്ക്, പക്ഷെ അതിന്റെ ലക്ഷ്യം പുറകിൽ വേറെയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ചതികളും ജനത്തെ വിട്ടുപോട്ടെ. തലമുറകൾക്ക് നേരെ നിൽക്കുന്ന ട്രാപ്പുകൾ, അന്യായ ബന്ധനങ്ങൾ, അവരുടെ ഭാവിയെ മുച്ചോട് മുടിക്കാൻ കിടക്കുന്ന എല്ലാ അൺവാണ്ടഡ് റിലേഷൻസ് നൗ ഐ ബ്രേക്ക് ഇൻ ജീസസ്. നല്ലപോലെ ഒന്ന് ആരാധിച്ചേ. നീ അറിയാതെ നിന്റെ തലമുറയെ കുരുക്കാൻ സ്നേഹവാക്കുകൾ പറഞ്ഞ് ചതി ഉണ്ടാക്കി ഭാവികാല ദൈവിക പദ്ധതികള് മുടിച്ചു കളയാൻ വ്യാപരിക്കുന്ന എല്ലാ അയാൾക്ക് വേണ്ടത് ഗുണ്ടേനെയാണ്. പക്ഷേ അടുത്ത ചരിത്രം, മോശ ഇവിടുന്ന് പോകുന്നു. എന്റെ ഉള്ളിൽ കൊളുത്തി കിടക്കുന്ന ഒരു വാക്കുണ്ട്. എന്നറിയാമോ? മോശ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ എത്തിയെന്ന്. ആ വാക്കൊന്ന് ചേർന്ന് പറയാമോ? മോശ മരുഭൂമിക്ക് അപ്പുറത്ത്. 9ാമത്തെ ദിവസം വെള്ളം തൊടാതെ ഞാൻ പ്രവചിച്ചു പറയാ, ചില കുടുംബങ്ങൾ മരുഭൂമി ക്രോസ് ചെയ്യാൻ പോകയാ.
ആമേ. ചില കുടുംബങ്ങളുടെ മരുഭൂമി കഴിഞ്ഞു. അയ്യോ, നല്ലപോലെ കൈയടിച്ച് അന്യഭാഷ പറയാമോ? നിന്റെ ആ കാലം കഴിഞ്ഞു. അലച്ചിലിന്റെ കാലം, നിന്റെ വലച്ചിലിന്റെ കാലം, നിന്റെ മരുഭൂമിയുടെ കാലം, ആ ആമേ തേളിന്റെ കാലം, ആ നരകിച്ച കാലം. ഞാന് ആത്മാവിൽ 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 പ്രവചിച്ചു പറയുന്നു, ആ മരുഭൂമി കഴിഞ്ഞു. ഓ ഗോഡ്, ഹല്ലേലൂയ. അവൻ മരുഭൂമി ക്രോസ് ചെയ്തു, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. ഇനി ഓരോ ദൂതൽ ഇങ്ങനെ ആവശ്യമുള്ള ആ പടത്തിട്ട് മാത്രം തല്ലിത്തല്ലിയായി പോകുന്നത് നിങ്ങൾക്ക് ആ ദൂത് കേട്ടാൽ അറിയാം. മോശ നിൽക്കുന്നു. ഒരിക്കലും ഇടയന്മാര് ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല. ഇടയന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കുക. ഇടയശാസ്ത്രത്തിൽ ഇടയൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല. കാര്യം ഒറ്റപ്പെട്ട ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർ ഈ ആടിനെ കൊണ്ടുപോകുന്നത്. അവിടെ ആടിനെ തിരിച്ചറിയാൻ ആടിന്റെ തലയിൽ ഈ നിങ്ങളുടെ സഭ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കാത്തവരൊക്കെ കണ്ണോർത്തിരുന്നോണം കേട്ടോ. ഇന്ന് യോഗത്തിന് 9 പേര് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 പേരൊഴികെ ബാക്കി എല്ലാവരും കണ്ണോർത്തിരുന്നോണം പ്ലീസ്. ഹല്ലേലൂയ. ആളുകൾ കൂട്ടമായിട്ട്, ഇടയന്മാർ ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല. എന്റെ ചോദ്യം, ഇടയശാസ്ത്രം പറയുന്നു ഇടയൻ കൂട്ടമായി സഞ്ചരിക്കണം. പിന്നെ എങ്ങനെ മോശ മാത്രം ഹോരേബിൽ കയറി? 2 കാര്യങ്ങൾ. ഒന്നുകിൽ ആ ടൈമിൽ മോശ ഒറ്റപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കണ്ട തീയെ ബാക്കി 15 പേര് അവഗണിച്ചപ്പോ മോശ പരിഗണിച്ചു. അതാണ് അതിന്റെ കാരണം. ഹല്ലേലൂയ. എല്ലാ കാലത്തും ഒരു അഭിഷിക്തൻ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ തീ അയാൾക്ക് വേണ്ടി മാത്രം വന്നതല്ല, അതൊരു കൂട്ടത്തിന് മുമ്പിൽ വെളിപ്പെട്ടതാ. ഫോർട്ട് കൊച്ചിയിൽ ആ തീയെ കയറി പിടിച്ചവരാണ് കയറി വരുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോട് റിയാക്ട് ചെയ്തവർ, അഭിഷേകത്തോട് പ്രതികരിച്ചവർ, അഭിഷേകത്തോട് പ്രതികരിക്കാൻ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആത്മാവിന്റെ തീയോട് റിയാക്ട് ചെയ്യുന്ന ഒരു തലമുറ കയറി വരും. Mighty name. നല്ലപോലെ അന്യഭാഷ പറഞ്ഞ് അഭിഷേകത്തോട് പ്രതികരിക്കുന്ന തലമുറ, സാന്നിധ്യത്തോട്. മോശ കയറി ചെല്ലുന്നു. മുൻപോട്ട് വരിക. മോശ കയറി ചെല്ലുമ്പോൾ ആ തീടകത്തുനിന്ന് ഒരൊറ്റ വിളിയാണ്. മോശേ, ആ തീടകത്തുനിന്ന് കേട്ടില്ല, ഒരൊറ്റ വിളിയാ. മോശേ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് മാറ്റിക്കള. അത് വിശാലമായ ഒരു ദൂതാണ്. ബൈബിളിനകത്ത് 3 ഉടമ്പടികളാണ് ഉള്ളത്. 1 രക്ത ഉടമ്പടി, 2 ചെരുപ്പുടമ്പടി, 3 ഉപ്പുടമ്പടി. ലവണ നിയമം. ഈ ചെരുപ്പ് ഊരിക്കളയുക എന്നുള്ള ദൂത് വളരെ ഗൗരവമുള്ള ദൂത. ആ വാക്കിനോട് ബന്ധപ്പെട്ട 2 വാക്യങ്ങൾ ഞാൻ പറയാം. 1 രൂത്ത് 4, എടുക്കണ്ട കുനിയരുത്. രൂത്ത് 4, തനിക്ക് വീണ്ടെടുക്കാവോ? ഇല്ല. വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ചെരുപ്പഴിക്കണോ എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 2, ഏദോമിന്റെ മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയുമെന്ന് വേദോസ്തത്തിൽ വാക്യമുണ്ട്. 3, സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതൊരു ഉടമ്പടിയാണ്, ചെരുപ്പുടമ്പടി എന്ന് പറഞ്ഞ ഒറ്റ വാക്കി പറയാം. വീണ്ടെടുക്കാൻ യോഗ്യത ഇല്ലാത്തവൻ ചെരുപ്പ് അഴിക്കണമെന്നാണ് നിയമം. യോഹന്നാൻ പറഞ്ഞ ദൂതൻ എന്നറിയാമോ? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വഴികാട്ടിയാണ്, വീണ്ടെടുപ്പുകാരൻ അവനാണ്. ഹല്ലേലൂയ. ഞാനൊരു വഴികാട്ടി മാത്രമാണ്, ഒറിജിനൽ ആള് വേറെയാ. നല്ലപോലെ കർത്താവിനെ സ്തുതിക്കാമെങ്കിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, മോശ ഹോരേബിലെ തീ കാണുന്നു. ഇവിടെ തൊട്ട്
ഇച്ചിരൂടെ സെൻസിറ്റീവായി നിങ്ങൾ എന്നോട് കൂടെ വന്നാട്ടെ പ്ലീസ്. മോശ ഹോരേബിലെ തീ കാണുന്നു. തമ്പുരാൻ വിളിച്ചു, മോശെ മോശെ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. മോശയുടെ 40 വർഷത്തെ കഷ്ടതയുണ്ട്. ആമേ കല്യാണം കഴിച്ച ഇത്രോവിന്റെ വീടുണ്ട്. ഇത്രോവിന്റെ വീട്ടിലെ പ്രതിസന്ധിയുണ്ട്. മരുഭൂമിയിലെ സ്നേക്ക് ബൈറ്റുകൾ കാണും, അതല്ലെങ്കിൽ തേളിന്റെ വാലുവളച്ചുള്ള കുത്ത് കാണും. മോശയുടെ അകത്ത് മോശ താലോലിക്കുന്ന സങ്കടങ്ങളുടെ 40 വർഷത്തെ ചരിത്രം മോശയുടെ മനസ്സിൽ കടക്കുമ്പോ തമ്പുരാൻ മോശയുടെ കാലെ മുള്ളുകൊണ്ടതും പാമ്പ് കൊത്തിയതും തേള് കുത്തിയതും അല്ല ദൈവം പറയുന്നത്. ചർച്ചിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചർച്ചിൽ വന്നത്? ആമേൻ. അവിടെ കുണ്ടന്നൂർ ഉണർവുണ്ടാകുന്നു എന്ന് കേൾക്കാനാണോ വന്നത്? അല്ല, 3ാമത്തെ കൊച്ചു പരീക്ഷ പാസ്സാകുമെന്ന് നിങ്ങൾക്ക് അറിയണം. ആമേൻ. നോർമലി നിങ്ങൾ എന്നോടോ ആരോടോ വൈരാഗ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മെ നയിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളാണ്. എൻ്റെ വീടിന്റെ പ്രശ്നം, അല്ലെ ഒരു വീടുണ്ടാക്കണം, നല്ല കാര്യം. കൊച്ചിന് ജോലി കിട്ടണം, നല്ല കാര്യം. ഭർത്താവിന് രോഗമാണ്, ആമേ, അത് പ്രാർത്ഥിക്കണം. ഇങ്ങനെ സ്വകാര്യ ദുഃഖങ്ങളെ 40 വർഷത്തെ സ്വകാര്യ ദുഃഖങ്ങൾ ഒരു 5 അലമാരി നിറച്ചു ദൈവം വെച്ചിരിക്കുമ്പോൾ തീക്കകത്തുനിന്ന് മോശയോട് പറയുക, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടെന്ന്. അപ്പോ ഞാൻ ദൈവമക്കളൊരു ഒരു സൈൻ പറയട്ടെ. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ കുറിച്ച് ദൈവം നിന്നോട് മിണ്ടുന്നില്ലെങ്കിൽ നീ ഓർത്തോണം, നീ ഒരു നിയോഗത്തിന്റെ അകത്താ നിൽക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ആരാധിച്ചാൽ മതി. ആഴത്തിൽ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന പിടികിട്ടുന്നുണ്ട്? ആമേൻ. നിന്റെ വീട്ടിലെ ചെറിയ കാര്യം, നിന്റെ വീട്ടിലെ പശു പ്രസവിക്കാത്തതോ, കോഴി മുട്ടയിടാത്തതോ, തലമുറയ്ക്ക് 48 മാർക്ക് കിട്ടാത്തതോ ദൈവം എടുക്കുന്നില്ലെങ്കിൽ ഓർത്താണ്, ആമേൻ, കൊട്ടാരത്തെ വിറപ്പിക്കുന്ന ഒരഭിഷേകം നിന്നെ കാത്തിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ ഞാൻ പോയതിനേക്കാൾ ഏറെ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ആമേൻ, ബിജു പാസ്റ്റർ, ശരിയല്ലേ? പൊതുവെ എപ്പോഴും നോക്കിക്കോ, കേരളത്തിലെ ജനതയെ പോലെ ഇത്രയും സ്വകാര്യ ദുഃഖങ്ങളെ താലോലിക്കുന്ന ഒരു ജനറേഷനെ നമ്മൾ ലോകത്തിൽ ഒരിടത്തും കാണുകയില്ല. നിങ്ങൾ കേട്ടില്ല? യേശു മടങ്ങി വരുമെന്ന് പറയുമ്പോൾ കൈയടിക്കാത്തവർ, ആമേ, തലമുറയ്ക്ക് ജോലി കിട്ടുന്നു എന്ന് പറയുമ്പോൾ കൈയടിക്കും. അതിന്റെ കാര്യം എന്താ? നമ്മൾ താലോലിക്കുന്നത് ഈ കണ്ണടയുമ്പോൾ തീരുന്ന ഈ ലൗകിക സൗഭാഗ്യങ്ങളെയാ. എന്നാൽ ഇവിടെ റിവൈവൽ ഉണ്ടാകണമെങ്കിൽ അതിന്റെ അപ്പുറം കാണുന്ന ഒരു തലമുറ എഴുന്നേറ്റേ പറ്റൂ. ഒൻപത് ചാനലുകാർ ഇന്റർവ്യൂവിന് വന്ന് നിൽക്കുക. ആമേ, ചണ്ടിക്കൂമ്പാരത്ത് ചത്ത് കിടന്ന ഒരു മനുഷ്യൻ. ശിഷ്യന്മാർ വട്ടം നിന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ പുള്ളിക്കാരൻ 4 തുമ്മും തുമ്മി ചാടി എഴുന്നിട്ട് ഇങ്ങോട്ട് വന്ന് അടിയേറ്റ് പൾസ് നിന്ന് പോയിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്നാ? പൗലോസിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു കേട്ടോ, എന്നെ വല്ലാതെ കണ്ണുപിടിച്ച് നോക്കണ്ട, മരിച്ചെന്ന് വിചാരിച്ച് ചണ്ടിക്കൂമ്പാരത്തിൽ ഇട്ടെന്ന. അപ്പൊ ചത്ത് കിടന്ന മനുഷ്യനെ ചുറ്റി നിൽക്കാൻ ആമേ ശിഷ്യന്മാരുണ്ടെങ്കിൽ അവനെ ദൈവം എഴുന്നേൽപ്പിക്കും.
അപ്പം പൗലൂസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്നാ? പൗലൂസ് വീണു പോയാൽ അന്നേരം കൊണ്ട് സെമിത്തേരി മൂടുന്നവരല്ല കൂടെ നിൽക്കുന്നത്, എഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ കൂടെ ഉണ്ട്. മണർകാട് ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. ബിജു പാസ് പല ആവർത്തിയോടെ വന്നിട്ടുണ്ട്. ഞാനത് നന്ദിയോടെ ഓർക്കുന്നു. ആ ചെറിയ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ വന്ന് വെച്ച് എന്റെ കണ്ണി നോക്കി എന്നോട് ചോദിച്ചതാ, പാസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സഭയുടെ കാര്യം ആര് നോക്കൂ? ഒരു അൺവാണ്ടഡ്. ഞാനെന്നേരം പുള്ളിയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നാണോ അതോ യോഗം കൂടാൻ വന്നാണോ? ചുമ്മാ വന്ന് വെച്ച് ഇതിനകത്ത് ഇപ്പോൾ ഒരാൾ വന്നിരുന്നു വെച്ച് കേൾക്കുന്ന തോതിന് സ്വോത്രം പറഞ്ഞു വെച്ച് പോകാതെ ഇങ്ങോട്ട് വന്നിച്ച് പാസ് പിടിക്കുക, നിങ്ങൾ ചത്താൽ ഇവിടുത്തെ കാര്യം ആര് നോക്കും? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഉണ്ടായ കാലം തൊട്ട് ഇവിടെ മരണമുണ്ട്. അതുകൊണ്ട് ലോകം തീർന്നോ? ഇതൊക്കെ ആരോട് പറയാം? ഹല്ലേലൂയ. നമ്മൾ വേണ്ടാത്ത സാധനങ്ങളെ താലോലിക്കുന്നു. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ. പൗലൂസ് അവിടെ വീണ് കിടക്കുമ്പോ, സത്യത്തിൽ പൗലൂസ് വീണത് കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ആ ബോഡി അവിടെ വെച്ചോണ്ട് തന്നെ അടുത്ത പാസിന് വേണ്ടിയിട്ടുള്ള ചീട്ടിടിയിൽ നടത്തും. എനിക്ക് ആ ശിഷ്യന്മാരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് ആ ഡെഡ് ബോഡിക്ക് ഒറ്റ നോട്ടം നോക്കിയപ്പോഴേ അവർക്ക് മനസ്സിലായി, പെട്ടിയുടെ മേളിൽ പൊടിയിടാറായില്ല, ഞങ്ങളുടെ ദൈവദാസൻ ഇനിയും ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ഇനി ശുശ്രൂഷ. ഓ കം ഓൺ, ഇത് തീരാറായിട്ടില്ല. ഇത് എഴുന്നേറ്റ് വരും. ഇത് എഴുന്നേറ്റ് വരും. അവർ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയും പൗലോസ് ചാടി എഴുന്നേറ്റു. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് 9 ചാനലുകാർ ചുറ്റും നിൽക്കുക. മൈക്ക് നിൽക്കുക. എത്ര ഇടി കിട്ടിക്കാണും. ഇടി കിട്ടിക്കൊണ്ടിരുന്നപ്പോ മനസ്സിൽ എന്താണ് തോന്നിയത്? നിനക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനല്ല പൗലൂസിന്റെ അഭിഷേകം. 9 ചാനലുകാർ, ഞാനൊരു കോട്ടയം ഭാഷ പറയാം, 9 ചാനലുകാർ ചമ്മിപ്പോയി. കരുതറിയോ? ഇവര് അരമണിക്കൂറുള്ള 4 എപ്പിസോഡും തപ്പിയാ ഇവിടെ വന്നത്. പൗലൂസിന്റെ 3 സെക്കൻഡ് കൊണ്ട് മറുപടി കഴിഞ്ഞു. ഇങ്ങനെ അധികം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കയറേണ്ടവരാണ്. അതിന്റെ അർത്ഥം എന്നാ? അയാള് വേദനയെ താലോലിക്കാൻ ഇറങ്ങിയതല്ല, അയാൾ അടുത്ത ഡെസ്റ്റിനിയിലേക്ക് പോകുകയാ. എത്ര പേരാ കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? അയാൾ വേദനകളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് തോന്നി എന്നാന്നറിയോ, ഈ മനുഷ്യന് ശകലം പോലും വിശ്രമമില്ല. ആ ചണ്ടിക്കുമ്പാരത്തിനെങ്കിലും 10 മിനിറ്റ് കിടക്കട്ടെന്ന് ഓർത്ത് ദൈവം അനുവദിച്ചതാണെന്നാ എന്റെ ചിന്ത. എന്നെ ഉണങ്ങി. ഹല്ലേലൂയ. 2 ചെടി അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. 2 ചെടിയിലും നല്ല പൂവുണ്ടായി. ആളുകളെല്ലാം പൂ കണ്ട് സന്തോഷിച്ചു. 2 ചെടിയുടെയും പൂ ഒരു ദിവസം കൊഴിഞ്ഞ് താഴെ വീണു. ഒരു ചെടി നിരാശപ്പെട്ട് സങ്കടപ്പെടുന്നു, മറ്റേ ചെടിക്ക് നിരാശയില്ല. ഒരു ചെടിയോട് ചോദിച്ചു, എന്താ നിരാശ? എൻ്റെ പൂ പോയേ, എൻ്റെ പൂ പോയേ, പൂ പോയേ. മറ്റേ ചെടിയോട് ചോദിച്ചു, നിന്റെ പൂ കൊഴിഞ്ഞിട്ട് നീ എന്താ ആക്റ്റീവ് അയക്കുന്നത്? ആ ചെടി പറഞ്ഞു, അവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിക്കുമ്പോൾ ഞാൻ അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ദാവീദിന്റെ കല്ലും ഗോലിയാത്തിന്റെ തലയും ശിംശോന്റെ കയ്യിലിരിക്കുന്ന കഴുതയുടെ താടിയല്ലും മോവാബ്യരുടെ തകർച്ചയൊക്കെ ആഘോഷിച്ച് നിങ്ങളുടെ ആത്മമനുഷ്യൻ ഹാൻഡിക്യാപ്ഡായി പോകരുത്. ഓരോ യോഗം നടക്കുമ്പോഴും വീണു പോകാത്തൊരാത്മമനുഷ്യനെ നിങ്ങളുടെ അകത്തെഴുന്നേൽപ്പിക്ക്. സങ്കടങ്ങളെ താലോലിക്കാതെ, വേദനകളെ താലോലിക്കാതെ. ഞാൻ ആ ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറി വരാം. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഇവിടം തൊട്ട് ആ ദൂത് തമ്പുരാൻ വേറൊരു ഡൈവേർഷനിലേക്ക് കൊണ്ടുപോവുക. തമ്പുരാൻ ഒരൊറ്റ വിളി, മോശേ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അപ്പോ ആരെവിടെ അഭിഷേകം ചെയ്യപ്പെടുന്നു, ആ അഭിഷേകത്തിന്റെ പുറകിൽ എഴുന്നേറ്റ് വരാൻ ഒരു ജനറേഷൻ കാണും.
സ്വർഗത്തിൽ തൈലം വെറുതെ ഇരിക്കുന്നത് കൊണ്ട്, എന്നാൽ ഉറങ്ങുന്ന വെച്ചാൽ എൻ്റെ മണ്ടയ്ക്ക് ഒരു 3 ലിറ്റർ ഒഴിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഏതെങ്കിലും കാട്ടിൽ ഒരു അഭിഷിക്തൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു ജനത പുറകിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, ഈ മനുഷ്യനോട് തമ്പുരാൻ പറയുന്നു, അമ്മ കൂടെ വരണേ. തമ്പുരാൻ പറയുന്നു, മോശേ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നീ പോണം, നീ പോണം. ഇത് കേട്ടപ്പോഴേ ഈ മനുഷ്യന്റെ അകത്ത് ത്രിപടതാളം അടിക്കാൻ തുടങ്ങി. എങ്ങോട്ട് പോകണമെന്ന്? ലുക്ക് ഔട്ട് നോട്ടീസ് ഉള്ള സ്ഥലത്തോട്ട് പോകണമെന്ന്. ഓ ഗാഡ്, ആമേൻ. വാണ്ടഡ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാൻ ആമേൻ ആമേൻ അധികാരികൾ നോക്കിയിരിക്കുന്ന ആ കുലമണ്ണിലേക്ക് നീ പോണം. മോശ ദൈവത്തോട് ചോദിച്ചോ, തമ്പുരാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊന്ന് പേഴ്സണലി പ്രാർത്ഥിക്കണം, റൂമിലോട്ട് വാ. തമ്പുരാൻ അന്നേരം തീക്കകത്ത് ഇറങ്ങി ഈ മോശയുടെ കൂടെ റൂമിൽ വന്ന് പറഞ്ഞു, തമ്പുരാനെ, ഞാൻ പണ്ട് അവിടെ വെച്ചൊരു ഇടിക്കേസ് കിടപ്പുണ്ട്, അതെന്തായെന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. മോശ ചോദിച്ചില്ല, കാര്യം മോശയുടെ അകത്തൊരു സാധനം കിടപ്പുണ്ട്. എന്നറിയാമോ? ആമേ, അങ്ങോട്ട് ദൈവാത്മാവ് നിയോഗം തന്നെങ്കിൽ ആ ഏറിയ തെളിക്കാനുള്ള ദൂതന്മാര് പോയിട്ടുണ്ട്. നല്ലപോലെ കൈയടിച്ച് ശ്രദ്ധിച്ചേ. ഞാൻ ആ ദൂത് മനസ്സിലാകുന്ന രീതി കുറച്ചുകൂടെ ഡൈലൂട്ട് ചെയ്ത് തരാം. ഈ തമ്പുരാന്റെ ആലോചന കേട്ടിട്ട് നിനവയ്ക്ക് പോകാതെ തർസീസിന് പോയൊരു പ്രോഫറ്റ് ഉണ്ട്, അറിയാലോ? ആര്? യോന. ഒച്ചത്തി പറ, യോന. ഈ മനുഷ്യൻ കാർഗോ കപ്പലെ കയറി. കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് കാർഗോ കപ്പലെ കയറി. 73 കിലോ, കിലോയ്ക്ക് 5 രൂപ വെച്ച് പൈസയും കൊടുത്ത് അതിനകത്ത് കയറി. ആ സാധനത്തിന്റെ എല്ലാം ഇടയ്ക്ക് പോയി കിടന്നു. അരി, ചാക്ക്, കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, അച്ചാറ് 50-50, ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ ഗാ പോലെ ഈ മനുഷ്യൻ കിടക്കുക. ഏത് പരുവത്തിൽ കൊണ്ടിട്ടാലും ദൈവമക്കൾ ഉറങ്ങും. പിന്നെ ഈ യോഗത്തിനിടയ്ക്ക് ഇത്രയും കാർച്ച ചെയ്യുന്നതിനിടയ്ക്ക് എന്നാ സുഖമായിട്ട് ഉറങ്ങുന്നറിയോ? പിന്നെ കർത്തൃമേശ അവിടെ അപ്പം കൊണ്ട് വരുമ്പോൾ വെപ്രാളത്തിന് ഇത് എന്നാന്ന് മനസ്സിലാകാതെ സ്വത്രാഴ്ച പൈസയൊക്കെ എടുത്ത് അതിനകത്ത് ഇടുന്നവരുണ്ട്. അത്ര റേഞ്ച് പോയിരിക്കുന്ന സാധനങ്ങളുണ്ട്. എവിടെ കൊണ്ടിട്ടാലും, PSC പരീക്ഷയ്ക്ക് എവിടെ കൊണ്ടിട്ടാലും ഉറങ്ങുന്ന ജാതി പെന്തിക്കോസ് എന്ന് എഴുതിക്കോണം. പിന്നല്ലാതെ അമ്മേ എവിടെ അവിടെ നല്ല സുഖമായിട്ട്, നിങ്ങൾ ഇന്ന് ശരിക്കും കേൾക്കണം, ആ ഭാഷ മാത്രം എടുക്കാൻ മതി. അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ മേളിക്കൂറ്റം പ്രാർത്ഥന നടക്കുക, ഭയങ്കര റിവൈവൽ മീറ്റിംഗ് നടക്കുക, കടലിനകത്ത് കിടന്ന് അങ്ങനെ കപ്പൽ ഇളകുമ്പോൾ പ്രാർത്ഥന നടക്കുക. അവസാനം ഈ ഒരു ദൈവത്തെ വിളിച്ചിട്ട് കിട്ടാതെ ഏത് ദൈവത്തെ വിളിക്കുമെന്ന് അറിയാതെ കറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഓപ്ഷൻ ഇല്ലാതെ ഒരുത്തർ എഴുന്നേറ്റ് വരുക. നിങ്ങൾക്കത് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായി? മേളിൽ നിൽക്കുന്നവൻ, നിങ്ങൾ ചില വണ്ടിയെ കണ്ടിട്ടില്ലേ, എല്ലാ ദൈവങ്ങളുടെയും കൂടെ പടം. ഞാൻ ഒരാളുടെ ചുമ്മാ ചോദിച്ചത് എല്ലാം വെച്ചിരിക്കുന്നത് എവിടെയെങ്കിലും കിളച്ചു പിടിക്കാൻ വേണ്ടിയാണ്. എവിടെയെങ്കിലും ഒന്ന് പെട്ടുപിഴച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാം വെച്ചിരിക്കുക. യേശുവാണ് യേശു, മറിയാണ് മറിയ, അതാണ് അത്, ഇതാണ് ഇത്, എവിടെയെങ്കിലും പച്ച പിടിക്കാൻ വേണ്ടി. ആമേ. പക്ഷെ ഈ എനിക്കറിയാൻ പറ്റില്ല, തുള്ളം തോന്നുന്നുണ്ട് എനിക്ക്. ആ കപ്പലിന്റെ അടിത്തട്ടിന്ന് ഓപ്ഷൻ ഇല്ലാത്തൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരുക. ആമേ. എടാ, കരയും കടലും ഇളകുന്നു. അന്നേരം പുള്ളി പറയുക, ഇതിനെല്ലാം ഉണ്ടാക്കിയ ആളെ കണ്ടോ, ഏകവചനം കണ്ടോ, ആ ആളെ ഞാൻ ഭജിച്ചു വരുവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്ന കടലിളകിയാലും ദൈവം അവനാ, കരയിളകിയാലും ദൈവം അവനാ. ഇവരെഴുന്നിട്ട് ഈ അവിടെ നിന്നവരുടെ ഒക്കെ മനസ്സിനകത്തൊരു തണുപ്പ്. കാര്യം ഈ ഇളകുന്ന കടലിന്റെ ഓണർ ഇവന്റെ ആളാണ്, പിന്നെ ഇവനെ പിടിക്കണം. ആമേ. ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. അവിടെ ആ പ്രശ്നം എല്ലാം ഉണ്ടായപ്പോ അവരോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. ഗൗരവമുള്ള കാര്യം. നിന്റെ ദേശം ഏത്, ജാതി ഏത്, ഭാഷ ഏത്, തൊഴിലേത്, ഈ അനർത്ഥം. അപ്പൊ ഒരാളുടെ വീട്ടിലോ ഒരു വ്യക്തിയിലോ അനർത്ഥം വരാനുള്ള 4 റീസണുകളുണ്ട്. 4 റീസണുകൾ. ചിലരുടെ തൊഴിൽ അവർക്ക് ശാപം വരുത്തും, ഇല്ല. ആമേ. ചിലർ നിൽക്കുന്ന അവരുടെ പശ്ചാത്തലങ്ങൾ അവർക്ക് ശാപം വരുത്തും. 4 കാര്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ശാന്തമായി വായിച്ചാൽ മതി. ആമേൻ. ആ 4 കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാൾ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുന്നു, ശാപകാരണമല്ലേ? അല്ലേ? ഞാൻ പണ്ടൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി ഓർക്കുന്നുണ്ട്.
ഒരു വീട്ടിലെ 3 ആൺപിള്ളേര്. എൻ്റെ ഓർമ്മയിൽ ഒരു 34 വയസ്സ്, 28 വയസ്സ്, 24 വയസ്സ്, നല്ല 3 ആൺപിള്ളേര്. ശരീരമെല്ലാം ക്ഷയിച്ച് ഉദരം മാത്രം ഇങ്ങനെ വീർത്ത് ഒരു മുറിക്കകത്ത് കിടക്കുക. ആ വീടിന്റെ 2 തൂണുണ്ട് എനിക്കൊരു വീട് വെക്കായിരുന്നു. അത്ര കൂറ്റൻ വീടാ. ഞാൻ ആ പെരക്കകത്ത് പോയിരിക്കുമ്പോ ഈ 3 കുഞ്ഞുങ്ങൾ, ഞാൻ ചോദിച്ചു എന്താ അവരുടെ അസുഖം? ലിവർ സിറോസിസ്. അയ്യോ, ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഈ 24 വയസ്സുകാരനും 28 വയസ്സുകാരനും ഈ 32-34 വയസ്സുകാരന് എന്നെ അടിച്ചിട്ടാ ഇവന്റെ ലിവർ പോയത്? അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നും കൊടുത്ത പാസ്റ്ററെ, എൻ്റെ പിള്ളേർ തമ്പാക്ക് വെച്ചിട്ടില്ല, പാക്ക് തിന്നിട്ടില്ല, കള്ള് മണത്തുപോലും നോക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു പിന്നെ വൈ, എന്തുകൊണ്ട്? പ്രാർത്ഥിക്കാൻ നോക്കി. ആ വീടിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഈ പൊട്ടത്തരം വിശദീകരിച്ച് നേരങ്ങൾ എനിക്കില്ലാത്തതുകൊണ്ടാണ്. ആ മനുഷ്യനോട് പറഞ്ഞറിയോ, 30 വർഷം ഞാൻ സ്പിരിറ്റ് കച്ചവടം നടത്തിയ ആളാ. ഈ ഉണ്ടാക്കിയത് മുഴുവൻ അങ്ങനെ വിറ്റിട്ടാ. കണ്ടോ, ഇവൻ സ്പിരിറ്റ് കച്ചവടം നടത്തി നാട്ടുകാരന്റെ ലിവർ കളഞ്ഞപ്പോ സ്പിരിറ്റ് കുടിക്കാതെ ഇവന്റെ കൊച്ചിന്റെ ലിവർ ശാപം തകർത്തു. ഹല്ലേലൂയ. അപ്പൊ ശാപകാരണങ്ങളുണ്ട്, ഇഷ്ടം പോലെ ശാപകാരണങ്ങളുണ്ട്. പുസ്തകത്തിൽ നിന്ന് വിത്ത് പ്രൂഫ് എടുത്തു കാണിക്കാൻ പറ്റും. അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ ഈ മുൻപോട്ട് പോകുന്നത്. എന്താ കുഴപ്പം? അന്നേരം ഇവൻ പറഞ്ഞു, എനിക്ക് യോനോടുള്ള ഇഷ്ടമാണെന്നറിയോ? ഈ മനുഷ്യൻ പറഞ്ഞു, ഈ കപ്പൽ ഇളകാനുള്ള കാരണം ഞാനാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇത്ര അന്തസ്സുള്ളൊരു വാക്ക്. ചില കുടുംബങ്ങളൊക്കെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇളകിയിട്ട് നമ്മൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ കുടുംബം ഇളകാൻ കാരണക്കാരൻ ഞാനാണ്. നമ്മൾ പറയും ഈ കുടുംബം ഇളകാൻ കാരണക്കാരൻ നീയാണ്. ഏറ്റവും എളുപ്പമുള്ള ജോലിയാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കൽ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഞാൻ തെറ്റാന്ന് പറയൽ. ഇച്ചൂടെ വലിയ ആമേനി. ഹല്ലേലൂയ. എന്നെ മനുഷ്യനെ എനിക്ക് അയാളോടുള്ള ഇഷ്ടം മുഴുവൻ ആ ഒറ്റ വാക്കാ. ഈ ഇളക്കത്തിന്റെ കാരണം ഞാനാ. 9ാം ദിവസം സമ്മതിക്കാമെങ്കിൽ നാളെ തൊട്ട് ഭയങ്കര ഡെലിവറൻസ്. ഞാൻ എന്നിട്ട് ശ്രദ്ധിച്ചു കേട്ടോ, ഞാനൊരു യോന എൻ്റെ വിഷയമല്ലേ, ഗതികേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന. എന്നിട്ട് ഈ വരി അവിടെ വെച്ച് പറയാ, എന്താ പിന്നെ നമുക്കങ്ങ് ചീട്ടിട്ടേക്കാൻ. ഈ ഇന്നത്തെ പോലത്തെ ചീട്ടിട്ടില്ല, പണ്ടത്തെ ചീട്ടിടലിന്റെ പുറകിലെല്ലാം ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. എന്താ തെളിവ്? അപ്പോസ്തലർ പ്രവൃത്തി 1 ചീട്ടിട്ടതിൽ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ബോധ്യമായെന്ന് വാക്യമുണ്ട്. സെക്കരിയാവിന് ചീട്ട് വീണ് ഓർക്കുന്നുണ്ടല്ലോ, അല്ലാതെ നമ്മുടെ കള്ളനും പോലീസും ചീട്ടല്ലത്. അത് നല്ല ആരോഗ്യമുള്ള ചീട്ടാ. ചീട്ടിട്ടു, കൃത്യ മണ്ടയ്ക്ക് ചീട്ട് വന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൃത്യ ഇയാളുടെ മണ്ടയ്ക്ക് ചീട്ട് വന്നു. ഇനിയാണ് എനിക്ക് സഹിക്കാൻ മേലാതെ. ഹ്യൂമൻ തിങ്കിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ചീട്ട് വീണപ്പോൾ ഇയാൾ അവരോട് പറയാ, എന്നെ എടുത്ത് വെള്ളത്തിലോട്ടൊന്ന് ഇട്ടേക്കാവും. ഭൂമിയിൽ ഒരു മഹാഭാവി പോലും പറയാത്ത വാക്കല്ലേ അത്. ഞാനെങ്ങാനുമാണ് യോനയുടെ സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞേനെ. ഈ മനുഷ്യൻ പറയും എന്നെ വെള്ളത്തിലോട്ട് ഇട്ടേക്കാൻ. എന്നിട്ട് പുള്ളിക്കൊരു അന്നേരം അവര് പറഞ്ഞു, നിന്നെ വെള്ളത്തിടാൻ ചെക്ക് പേടിയാ, നിനക്ക് ചാടാവോ? ഈ പുള്ളി ആരാ മോനെന്നറിയോ? ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോകുകയല്ലെന്ന് പുള്ളിക്കറിയാം. പുള്ളി പറഞ്ഞു, ഇതേ സമർപ്പിച്ച് നിൽക്കുന്നു, നീ എടുത്തിട്ടേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അത് തന്നെയല്ലേ യോബിന്റെ ഭാര്യ പറഞ്ഞത്, പക്കതി തള്ളിക്കളഞ്ഞേച്ച് പോയി തൂങ്ങടോ എന്നാ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്നാ? പക്കതിന് തൂങ്ങാൻ അനുവാദമില്ല. ഇതൊക്കെ ആരോട് പറയും? എന്നെ ഒന്ന് വെള്ളത്തിലിട്ട്, ഞാൻ നിങ്ങളൊന്ന് ആത്മാവിൽ ആ സാധനം ഒന്ന് ഈ തേങ്ങാപ്പാൽ പിഴിയുന്ന പോലെ 1ാം പാലൊന്ന് പിഴിഞ്ഞു നോക്കി. ഈ മനുഷ്യൻ പറയുക, എന്നെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടേക്ക്. ലോകത്തിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനറൽ പ്രസിഡന്റും പറയുകയില്ല, ഡിസ്ട്രിക്ട് പാസ്റ്ററും പറയുകയില്ല, ലോക്കൽ പാസ്റ്ററും പറയുകയില്ല, ഓരോ പ്രവാചനം പറയും. അവിടെ കടന്ന് മെഴുകി ഉരുണ്ട്. ഞാൻ യോനോട് ചോദിക്കുന്നു, അച്ഛാ ഇത് കടലല്ലേ? പുള്ളി പറയും, പിന്നെ കടലല്ലേ, ഇതിനകത്തോട്ട് എടുത്തിട്ടോ. എന്നെ വൃത്തിയോടെ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് എടുത്ത് ഇട്ടേക്കാൻ. യോന എന്നോട് പറഞ്ഞേക്കണം, എൻ്റെ സുഭാഷേ, ഈ കൊടുങ്കാറ്റടിക്കുന്ന കടലിന്റെ നടുവിൽ ഈ ചീട്ട് എൻ്റെ മണ്ടയ്ക്ക് വീണിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ പുറകിൽ ഈ കപ്പലിനകത്തുണ്ട്. നല്ലപോലെ ഒന്ന് കൈയടിച്ചേ. എന്റെ കൂടെ ഞാനിത് പറയുമ്പോൾ ആരുടെയൊക്കെയോ പുറകെ ആ ദൈവ സാന്നിധ്യം ചലിക്കുകയാ.
ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നത്